ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ എക്സാമിനേഷൻ ഹാളിൽ നന്നായി പെർഫോം ചെയ്യാം എന്നതിനെ സംബന്ധിച്ചാണ്. നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാറുണ്ട്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മളിൽ പലരും എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ വളരെ ഡിസപ്പോയിന്റ് ആവാറുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 15 കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ് എന്നതാണ്. അതായത് പരീക്ഷ തുടങ്ങുന്ന ഡേറ്റിന്റെ തലേ രാത്രി നമ്മൾ ഉറക്കമൊഴിച്ച് പഠിക്കുന്നത് നമ്മളെ പരീക്ഷയെ വളരെയധികം സാരമായി ബാധിക്കും. പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമുക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷ തലേന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് പുതിയ കൺസെപ്റ്റ് ഒരിക്കലും പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ പരീക്ഷ തലേദിനം കാണാതെ ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയമായിക്കൊണ്ട് കാണുകയും നേരത്തെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് പരീക്ഷാ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കണം. അതിലൂടെ നമ്മളൊരു പോസിറ്റീവ് എനർജി ഫസ്റ്റ് നമുക്ക് അക്വയർ ചെയ്യാൻ കഴിയും. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് വളരെയധികം നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല എനർജി കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം നമ്മൾ രാവിലെ കഴിക്കേണ്ടത്. പ്രത്യേകിച്ചും ഓയിലി ഫുഡുകളൊക്കെ, ടിൻ ഫുഡുകളൊക്കെ ഒഴിവാക്കുകയാണ് അന്നത്തെ ദിവസം ചെയ്യേണ്ടത്. കാരണം നമ്മളെ വയറിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന പല കണ്ടന്റുകളും അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതുകൊണ്ട് നിങ്ങൾ ന്യൂട്രീഷ്യസ് ആയ എന്നാൽ ഓയിലി അല്ലാത്ത നല്ല ഫുഡുകൾ നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം. നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പരീക്ഷാ ഹാളിൽ നേരത്തെ എത്തുക എന്നുള്ളതാണ്. നമ്മൾ വാഹനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കുന്ന ആളുകളാണ് പലരും. അപ്പൊ നമ്മൾ ഈ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ കറക്റ്റ് സമയത്ത് എക്സാമിനേഷൻ ഹാളിൽ എത്തുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വഴിയിൽ പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അല്പം നേരത്തെ എത്തുകയും എക്സാമിനേഷൻ ഹാളിലേക്ക് ഒരു പരീക്ഷ തുടങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് എത്തിപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് അന്നത്തെ പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ്. അതേപോലെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നെസസറി ആയിട്ട് ആവശ്യമുണ്ട്. അതൊക്കെ തലേന്ന് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റ്, അതേപോലെ നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇപ്പം മാത്തമാറ്റിക്സ് ഒക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, പെൻസിൽ വേണം. പെന്ന് തന്നെ ഒന്നൊന്നും പോരാ. അഥവാ ആ പേന എഴുതുന്ന പേനയാണെങ്കിൽ പോലും എന്തെങ്കിലും കാരണവശാൽ അതിന് എഴുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 3 പേന നമ്മൾ കൈവശം വെക്കുകയും അതേപോലെ കുടിക്കാനുള്ള വെള്ളം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മുന്നൊരുക്കം പോലെ. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കറക്റ്റ് സമയം കാണിക്കുന്ന ഒരു വാച്ച്. കാരണം നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ സമയത്തിന് വളരെ പ്രധാനമുണ്ട്. ഇങ്ങനെ നമുക്ക് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൽ കരുതണം. അങ്ങനെ എക്സാമിനേഷൻ ഹാളിൽ ബെല്ലടിച്ചു, നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി. അപ്പൊ ആദ്യമായിട്ട് ഈ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ ഇനി പറയുന്ന 6ാമത്തെ പോയിന്റാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണമാണ്. അത് അവിടെ തരുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെ നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. എക്സാമിനർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ക്ലാരിഫൈ ചെയ്യണം. എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അയാൾ പറയുന്നത് നമ്മൾ കേൾക്കാതെ വരികയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാതെ വരികയോ ചെയ്താൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? ബ്ലെയിം ആയിട്ട് അത് എഴുതി വെക്കരുത്. ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യണം. എക്സ്പെഷ്യലി രജിസ്റ്റർ നമ്പർ എഴുതുന്നിടത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കോഡുകൾ ഉണ്ടാവും. ഇപ്പൊ M1234 എന്നാണ് നമ്മൾ നമ്പർ വെച്ചോ, ആ എം സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ നമുക്ക് ഡൗട്ട് ഉണ്ട്. നമുക്കത് ചോദിക്കാൻ മടി വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ എക്സാമിനറോട് അത് തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് വെർബൽ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും മറ്റ് ഇൻസ്ട്രക്ഷനുകളാണെങ്കിലും അത്
ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. നമ്മൾ ഈ മറ്റുള്ള പാർട്ടിസിപ്പൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യും. നമ്മൾ അനാവശ്യമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു, അവരെ നോക്കി, ഇവരെ നോക്കി. മനസ്സിലായല്ലോ? അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെ മനസ്സ് അറ്റ് പ്രസന്റ് നമ്മൾ മൈൻഡിൽ നിന്ന് അറ്റ് പ്രസന്റ് നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ് എന്നുള്ള ഒരു ഒരു പ്ലാനിങ്ങോട് കൂടി പ്രസന്റ് കണ്ടീഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കണം. മറ്റുള്ള എല്ലാ ബാഹ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും നമ്മൾ മോചനം നേടണം. അങ്ങനെ ഒരു ക്ലിയർ അന്തരീക്ഷം പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണണം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൈ കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ 1 മുതൽക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട് വിചാരിച്ചോളൂ. ആ 1 മുതൽക്ക് 25 വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് കണ്ണോടിച്ച് പോകണം. എന്നിട്ട് അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്യാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അടുത്ത പോയിന്റിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. അതായത് മാനേജ് അവർ ടൈം. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ പരീക്ഷ എഴുതുന്ന സമയത്ത് കൃത്യമായ സമയം ബന്ധിതമായിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയണമെങ്കിൽ ഏതാണ് ഈസി ക്വസ്റ്റ്യൻസ്, ഏതാണ് ഞാൻ ആദ്യം എഴുതേണ്ടത്, മാർക്ക് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ എത്ര എഴുതണം എന്നിങ്ങനെ ശരിയായ വിധത്തിൽ ഒരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. പിന്നെ റൈറ്റ് ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ആൻഡ് ടിക്ക് ദ ആൻസേർഡ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, ഒരു 25 30 ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പരീക്ഷ എഴുതി ഇപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. അങ്ങനെയാണെങ്കിൽ എഴുതിയ ഉടനെ തന്നെ ആ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണത്? അങ്ങനെ ടിക്ക് ചെയ്ത് പോയാൽ നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? ഏതാണ് ഞാൻ എഴുതാത്തത്, ഏതാണ് ഞാൻ എഴുതിയതെന്ന് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്ത് പോണം. ഇനി അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് എന്നത് അത് എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ സ്ട്രാറ്റജി അല്ല. നമ്മൾ ബോർഡ് ലെവൽ എക്സാമിനേഷൻ ഒക്കെ പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത പരീക്ഷകളാണ്. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത പരീക്ഷകൾക്ക് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നന്നായി അറ്റൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ലതുപോലെ ആൻസർ എഴുതി, ചില ക്വസ്റ്റ്യൻസിനൊന്നും ക്ലിയർ ആയിട്ടുള്ള ആൻസർ നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ആൻസറുകൾ എഴുതി വെച്ചാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ചിലപ്പോൾ അഡീഷണൽ മാർക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത പരീക്ഷകൾക്കൊക്കെ തന്നെയും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതായത് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതിയ ആൻസറും ശരിയായി നമ്പർ ഇട്ടിട്ടുണ്ടോ, ആൻസറിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനം, ഒരിക്കലും മാൾ പ്രാക്ടീസിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എക്സാമിനേഷൻ ഹാളിൽ മാൾ പ്രാക്ടീസ് നടത്താൻ ഒരിക്കലും ശ്രമിക്കരുത്. അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. കാരണം നമ്മൾ മൈൻഡ് സെറ്റ് തന്നെ ആകെ മാറിപ്പോകും. അപ്പോൾ ബി ഹോണസ്റ്റ് ഇൻ അവർ എക്സാമിനേഷൻ. നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ പെർഫെക്റ്റ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് മാൾ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലേക്കും നിങ്ങൾ പോകാൻ പാടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാ, നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്യണം. നമ്മൾ കറക്റ്റ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കാണാതെയോ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എഴുതാൻ വിട്ടുപോകാറുണ്ട്. പിന്നെ നമ്മൾ പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അയ്യോ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ, പക്ഷെ എനിക്കത് അറിയാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. അതേപോലെ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാലുള്ള വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, നമ്മൾ ആൻസർ പേപ്പർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തുന്നിച്ചേർക്കുക എന്നുള്ളത്. അതായത് പ്രോപ്പറായിട്ട് ഷീറ്റുകൾ അടുക്കി വെക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? നമ്മളിപ്പോൾ ആൻസർ ഷീറ്റുകൾ അഡീഷണൽ ആൻസർ ഷീറ്റ് വാങ്ങുമ്പോൾ അതിന്റെ മുകളിൽ നമ്പർ ഇട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ 1 2 3 എന്ന് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ എഴുതുന്ന ഓർഡറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ആൻസർ പേപ്പർ ശരിക്ക് 1 2 3 എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് അടുക്കി വെക്കാൻ കഴിയും. മറ്റൊരെന്താ സംഭവിക്കുക? നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആയിരിക്കില്ല അടുത്ത പേജിൽ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പേപ്പർ നോക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നമ്മുടെ മാർക്ക് കുറയാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ പേപ്പറുകൾ കറക്റ്റായ വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്ത് അത് കറക്റ്റ് തുന്നി ചേർക്കണം. എക്സാമിനേഷൻ
നമ്മൾ ഈ ഒരു വർഷം പഠിച്ച കാര്യങ്ങൾ 2 3 മണിക്കൂർ കൊണ്ട് എഴുതുന്ന ഒരു പ്രക്രിയയാണ്. ഇത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി എക്സ്ട്രാ പറയാനുള്ളത്, പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ഇതേ രീതിയൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പരമാവധി പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എക്സാമിനേഷൻ വിജയിക്കാനുള്ള മറ്റൊരു തന്ത്രം. നമുക്ക് എന്തൊക്കെ എക്സാമിനേഷൻ മോക്ക് ടെസ്റ്റുകൾ, എത്ര മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എഴുതിയോ അത്ര കണ്ട് നമുക്ക് എക്സാമിനേഷൻ ഹോൾ പെർഫോം ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഒരിക്കലും നിങ്ങൾ പേടിപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് അറിയുന്ന പരീക്ഷകളും പഠിച്ചതും പഠിക്കാത്തതുമായ ഏത് സന്ദർഭത്തിലാണെങ്കിൽ പോലും കിട്ടാവുന്ന പരീക്ഷകളൊക്കെ തന്നെയും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ വിജയിക്കണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയിരുന്ന കുട്ടികൾക്കാണ് റിസൾട്ടിൽ ഏറ്റവും മികവുണ്ടാവുക എന്നതുകൂടി ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്.